ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വൈൽഡ് ലൈഫ് പാർക്ക് കാണാൻ പോയിരുന്നു, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഡോൺകാസ്റ്റർ അടുത്ത് വരുന്ന ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് നമുക്ക് അവിടെ വന്നെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഒരു പാർക്കാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻട്രൻസിൽ അവരൊരു ഡൈനോസേഴ്സിൻ്റെ ഒരു ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, തീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിൽഡ്രൻസിന് കുറച്ചധികം എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു സ്റ്റാർട്ടിങ് തന്നെ. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ പോയ ദിവസം അത്യാവശ്യം തിരക്കും കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സിൻ്റെ ഡിസ്പ്ലേസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നെയിമും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഡൈനോസേഴ്സിനും അതിൻ്റേതായ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഡൈനോസേഴ്സിൻ്റെ ഡിസ്പ്ലേസ് ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ കൂടെയായിരുന്നു അത്. അപ്പോൾ അതിങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നന്നായിട്ടൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലായിരുന്നു അവരതവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഡൈനോസർ ഇതായിരുന്നു. അപ്പോൾ കുറേ അധികം ആൾക്കാർ അതിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫിയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി വെറൈറ്റീസ്, അതിൻ്റെ സ്പീഷ്യസൊക്കെ കുറേ അധികം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വന്നപ്പോഴാണൊരു നല്ല രസമുള്ളൊരു ഡൈനോസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വായിലൂടെ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്ന തരത്തിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിങ്ങനെ വെള്ളം പമ്പ് ചെയ്യുമായിരുന്നു, വാട്ടർ ഇങ്ങനെ പമ്പ് ചെയ്തിങ്ങനെ അവിടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡൈനോസേഴ്സിനെയൊക്കെ കണ്ട് അതിന് ശേഷം നമ്മളിതായിപ്പോൾ ശരിക്കുള്ള വൈൽഡ് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈനയുടെ സ്പോട്ടായിരുന്നു. അപ്പോൾ ഹൈന അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്ന സമയം എന്ന് പറയുന്ന ഒരു മോർണിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം ആനിമൽസ് ഒന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും കഫേസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറയുന്നത് അവരൊരു TV-യിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ആനിമൽസ് കിടക്കുന്ന ഒരു ഷെഡിൻ്റെ ഇതൊക്കെ. അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഡൈനോസേഴ്സ് ആണെങ്കിലും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നെത്തിയപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കങ്കാറൂസിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാൻ നല്ല രസമായിരുന്നു. കുറേ അധികം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ചെന്നാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ നമ്മുടെ ഇടയിലൂടെ അങ്ങനെ നടന്നു പോകും. അങ്ങനെ അയച്ചു വിട്ടിരിക്കുകയായിരുന്നു അവരതിനെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ആ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അവിടെ കളിക്കാനും, അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറച്ച് പറ്റിയ സ്ഥലമാണ്. ഒരു റീഫ്രഷ്മെൻറ്റ് പാർക്ക് പോലെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ലൈഡിങ്ങും അതുപോലെ തന്നെ കുറേ ജമ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു.
അങ്ങനെ നടന്നു വന്നപ്പോഴാണ് മങ്കീസിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടത്. ഭയങ്കര ഒരു ഏറ്റവും സ്മോളസ്റ്റ് മങ്കീസാണ്. ഈ കാണുന്ന വലിപ്പമൊന്നുമില്ല, ഒരു കുഞ്ഞ് നമ്മുടെ കൈയിൻ്റെയൊക്കെ ഒരു കൈപ്പത്തിയുടെയൊക്കെ ഒരു വലിപ്പമേ ഉള്ളൂ. അത്രയും ചെറിയ മങ്കീസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മളോട് അവർ ഇൻട്രാക്റ്റൊക്കെ ചെയ്യും കേട്ടോ. എല്ലാത്തിനെയും ഇങ്ങനെ ചില ആനിമൽസിന് മാത്രം, ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിന് മാത്രമാണ് കേജസിൽ അവർ അങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇത് ഓട്ടേഴ്സാണ്. അവരിങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമുക്കിങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രം കാണാൻ പറ്റുള്ളൂ. പിന്നെ പിഗ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ നോർമൽ പിഗ് അല്ല, ഇതൊരു കാട്ടുപന്നി എന്നൊക്കെ പറയുന്ന ഒന്നാണ്. അപ്പോൾ അതിനിങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊരു ഏരിയയിൽ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. പിന്നെ നമ്മൾ നടന്ന് വന്നത് ഒരു പോളാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പോളാർ ബേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിരുന്നു. അത് ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് ഫുൾ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കുറേശ്ശേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതും ഫിഷിനെ പിടിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്നെത്തിയത് ലയൺ കിങ്ഡം അങ്ങനെയായിരുന്നു പേര് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു അത്യാവശ്യം കുറച്ച് ലയൺസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഗ്യം കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയത് കൊണ്ടൊരു കാണാൻ സാധിച്ചു എന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള ലയൺസ് ആയിരുന്നു. ശരിക്കും ഈ മുഫാസയും ലയൺ കിറ്റൊക്കെ കാണുന്ന അതിലേപോലെ തന്നെ. ആ ലയൺസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു വാട്ടറിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നിറയെ മീനുകളായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിനോട് തൊട്ടടുത്തിട്ടാണ് ലയൺസൊക്കെ ഉള്ള ഒരു ബൗണ്ടറിയുടെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിറയെന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം ഫിഷ് അതിനകത്ത് കാണാനുണ്ടായിരുന്നു. ഒത്തിരി പ്ലേസ് ഉണ്ട് നടന്ന് കാണാൻ. പക്ഷേ നമ്മൾ വന്ന ദിവസത്തിൽ അത്യാവശ്യം ചെറിയൊരു മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആനിമൽസ് പകുതിയും പുറത്തിറങ്ങുന്നത് കമ്മിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ജിറാഫിനെ കണ്ടായിരുന്നു. അവർ ആദ്യം വന്ന സമയത്ത് നമ്മൾ കണ്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് അവരെ കണ്ടത്. അപ്പം ഇങ്ങനെ ജിറാഫ് വാക്ക് ചെയ്യുന്നതും അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കുറേ അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആനിമൽ ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർക്ക് സ്ട്രോളറിന് സൗകര്യമുണ്ട്. പിന്നെ വയസ്സായ ആൾക്കാരാണ് വരുന്നതെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മൊബിലിറ്റി സ്കൂട്ടേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഇത് കാണാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2-3 കഫേകളുണ്ട്. അപ്പോൾ റിഫ്രഷ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലൊക്കെ. പിന്നെ നമ്മൾ ടൈഗറിനെയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് പുള്ളി പുറത്തുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റി.
അങ്ങനെ നമ്മൾ നടന്നതിൻ്റെ എൻഡിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് സീൽസ് കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ പ്ലേ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ജയൻറ്റ് വീല് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കിങ്ങനെ ഫുൾ അവരിങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഒരു ടോപ്പിലൊക്കെ എത്തുമ്പോൾ അവർ വീലിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഹോൾ പാർക്കിൻ്റെ വ്യൂസ് കാണാൻ പറ്റും. ഏതെങ്കിലും ആനിമൽസ് സ്പോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.